അദ്ദേഹം വൈകിയാണ് എത്തിയത്. എന്താണ് ഈ വൈകിയെത്താണ്ടായ കാരണം? ഞാൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ശാരീരിക അസ്വസ്ഥത വന്നപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുന്ന ആളാണ് ഞാൻ. പ്രക്ഷോഭിന്റെ പിന്നിൽ രാഹുൽ മാങ്കൂട്ടോ ആണോ? ഒരു ചെറിയൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. കോൺഗ്രസിനിട്ട് പണി കൊടുക്കാനാണോ രാഹുലിനെ ഉദ്ദേശിക്കുന്നത്? ഇനി രാഹുൽ ഇലക്ഷന് നിന്നാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ പിന്നിൽ രാഹുൽ ആണോ അല്ലേ എന്ന് നിങ്ങളും കൂടെ പറ. പാലക്കാട് ഞാൻ പറയാതെ തന്നെ അറിയാലോ, നമ്മുടെ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ തന്നെ. ഇപ്പം അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മുടെ പ്രക്ഷോഭ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രക്ഷോഭ് ആരാന്ന് നിങ്ങൾക്കറിയാമോ? രാഹുലിൻ്റെ അടുത്ത് ഈ അടുത്ത് ഒരു കോൺഗ്രസ് നേതാവ് പോയത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ജയിച്ച് നേരെ പോയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്താണ്. രാഹുൽ മാങ്കൂട്ടം പോയി കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കേണ്ട ഒരു ദിവസമായിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരൻ ലേറ്റ് ആയിട്ടാണ് ചെന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ന്യൂസ് വെച്ചുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകും. പാലക്കാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വൈകി കൗൺസിൽ ഹാളിൽ എത്തിയ UDF കൗൺസിലർ പ്രക്ഷോഭിനെ വോട്ടെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി. BJP അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് നടപടി. എന്നാൽ മനഃപൂർവ്വം വൈകിയതല്ല, മരുന്ന് കഴിക്കാൻ പോയതായിരുന്നു, അതുകൊണ്ടാണ് വൈകിയതെന്ന് പ്രക്ഷോഭ് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എന്താണ് ഉണ്ടായത്? ഈ വോട്ടിങ്ങിന് സ്വാഭാവികമായിട്ടൊരു ടൈം ഉണ്ടാവുമല്ലോ. ആ ടൈമിന് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ വോട്ട് ചെയ്യാൻ പറ്റുമോ? എപ്പോഴാണ് ഇയാൾ എത്തിയത്? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വൈസ് ചെയർപേഴ്സന്റെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കോൺഗ്രസ് കൗൺസിലർക്ക് തന്റെ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ വോട്ടിംഗ് പ്രക്രിയയിലേക്ക് എത്തിയപ്പോൾ പ്രക്ഷോഭ് എന്ന കൗൺസിലർ അദ്ദേഹം വൈകിയാണ് എത്തിയത്. എന്താണ് ഈ വൈകിയെത്താണ്ടായ കാരണം? ഞാൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ശാരീരിക അസ്വസ്ഥത വന്നപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി കഴിച്ചു. ഓക്കെ, ഇന്നത്തെ ദിവസം തന്നെ വേണോ ആശാനെ ഈ ഗ്യാസിന്റെ ഗുളിയൊക്കെ കഴിക്കണം? ഒരുപാട് ആൾക്കാർ ഇടുന്ന കമന്റ് എന്താണെന്ന് വെച്ചാൽ ഇനി BJP എത്ര തന്നു എന്നൊക്കെ കമന്റ് ബോക്സിൽ ഇടുന്ന കണ്ടായിരുന്നു. എവിടെയൊന്നും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി രാഹുൽ വല്ലതും ആണോ? അങ്ങനെ ഇനി അതും അദ്ദേഹത്തിന്റെ തലയെടുത്തിടൊന്നും വേണ്ട. ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇനി കോൺഗ്രസ്സുകാർ തന്നെ ഇയാളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ പോയി ഈ ജയിച്ചതിന്റെ സന്തോഷവും കാര്യങ്ങളും ഒക്കെ പങ്കെടുക്കാൻ പോവുകയൊക്കെ ചെയ്ത്. അപ്പം കുറെ കോൺഗ്രസിൽ നിന്ന് തന്നെ കുറെ ആൾക്കാരൊക്കെ പുള്ളിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പോകാനുള്ള റീസൺ. അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മീഡിയയോടും പറഞ്ഞ റീസൺ എന്നത് കോൺഗ്രസ്സുകാരോട് മാത്രമല്ല മീഡിയയോട് പറഞ്ഞാണ് കേട്ടോ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. മീഡിയയോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, കാരണം അദ്ദേഹം ഇവിടുത്തെ MLA ആണ്, നാളത്തെ ആവശ്യത്തിന് എനിക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളതാണ് ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി. അപ്പം അങ്ങനെയുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. അന്ന് ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് ഞാൻ വെച്ചതാണ്. ആ പുള്ളിക്കാരൻ തന്നെയാണ് ഇന്ന് ഈ പറയുന്നോട്ട് വോട്ട് കുത്താൻ മറന്നുപോയതല്ലെന്ന് ലേറ്റായി, 5 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ അവിടുത്തെ BJP പ്രവർത്തകർ അങ്ങനെയൊക്കെ പ്രവർത്തകർ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ആൾക്കാർ ഇറക്കി വിടുവോ? അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമായിട്ടുള്ള ആൾക്കാരൊക്കെയാണോ? ഇവിടെ എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം എന്തായാലും ബാക്കി. ഒരു 5 മിനിറ്റ് താഴെയാണ് വൈകിയത്. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എപ്പോഴാണ് എത്താൻ ആവശ്യപ്പെട്ടിരുന്നത്? 2:30 മണിക്കാണ് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ 2:35 താഴെ ആയുള്ളൂ. അപ്പോഴേക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ വിഷയം റിട്ടേണിംഗ് ഓഫീസറോട് പറഞ്ഞിരുന്നു ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ? ഇല്ല, ഗുളിക മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല. മേടിക്കാൻ പോയി വേഗം വരാമെന്ന് പറഞ്ഞു. ആദ്യം പോയി ഒരു കടയിൽ കിട്ടിയില്ല, പിന്നെ അടുത്തൊരു കടയിൽ പോയി. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു എത്തിയപ്പോൾ ഇതുകൊണ്ടാണ് വൈകിയെന്ന് പറഞ്ഞിരുന്നു. ഇതുകൊണ്ടാണ് വൈകിയത് പറഞ്ഞു. സാധാരണ നമ്മൾ മനഃപൂർവ്വം ചെയ്യണ ഒരു കാര്യമോ അങ്ങനെയൊന്നും അല്ലല്ലോ. അതിപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അനുവദിക്കായിരുന്നു, ഒരു വോട്ട് കളയേണ്ട കാര്യമില്ല. രാഷ്ട്രീയമായുള്ള വ്യാഖ്യാനങ്ങൾ കൂടി സാധ്യത തരുന്നതാണോ? ഇല്ലില്ല, രാഷ്ട്രീയമായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് അറിയില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ഈ ഒരു വോട്ട് കൊണ്ട് വിധി നിർണയം മാറാനൊന്നും പോകുന്നില്ല. അത് ജയിക്കാൻ പോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഭാഗ്യം എൻ്റെ പൊന്നളിയ, ഇല്ലെങ്കിൽ നിങ്ങൾ ഏറിപ്പോയാനെ. സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇതിന് പിന്നെ രാഹുലും കൂടെ കളിച്ചെന്ന് വേണമെങ്കിൽ പറഞ്ഞേനെ. എന്തായാലും എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇനി പുള്ളി പ്രതികാരം വീട്ടിയതാണോന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ രാഹുലിനെ സപ്പോസ് ഇദ്ദേഹം കാണാൻ പോയി, ചിലപ്പോൾ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, നിന്നെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ പുറത്താക്കുമെന്നൊക്കെ ചിലപ്പോൾ വലിയ ഡയലോഗ് അടിച്ച് കാണും. വേണമെങ്കിൽ അതിന് നൈസായിട്ടൊന്നൊരു പണി കൊടുത്തതാണ് ആവാനും മതി. പറഞ്ഞു മനസ്സിലായോ? എനിക്ക് തോന്നി പുള്ളിക്കാരൻ അത്ര ചില്ലറക്കാരനൊന്നും അല്ലെന്ന് തോന്നുന്നു. പ്രതിഷേധമൊക്കെ ഉണ്ടായോ നിങ്ങൾ വന്നപ്പോ? ആ രീതിയിൽ പ്രതിഷേധം ഉണ്ടായില്ല. കുറച്ച് BJP അംഗങ്ങൾ എല്ലാവരും കുറച്ച് ബഹളം വെച്ചു അതിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ വൈകി എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ വാർഡിലെ വോട്ടർമാരോടൊപ്പം എന്താണ് പറയുക? ഇല്ല, വാർഡിലെ വോട്ടർമാർ ഇതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല.
ഇത് തികച്ചും ഇതിനുള്ളിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശാരീരിക അസ്വസ്ഥത വന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് പുറത്തു പോകേണ്ടി വന്നത്. ശാരീരിക അസ്വസ്ഥതകൾ കാരണമാണ് ഒന്ന് പുറത്തു വേണ്ടി വന്നു, പിന്നീട് തിരിച്ചെത്തിയപ്പോൾ വൈകി എന്നുള്ളതാണ് പ്രക്ഷോഭം വ്യക്തമാക്കുന്നത്. ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. എന്നാലും പുള്ളിക്കാരൻ ചില്ലറക്കാരനൊന്നും അല്ലെന്ന് മനസ്സിലായി. ഇനി നമുക്ക് പുള്ളിയുടെ ഒരു പഴയ ഒരു വീഡിയോസ് വെച്ച് തരാം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ, മൊത്തത്തിൽ മാറ്റമുണ്ട്. ഞാൻ ഇതിനകത്ത് ആകെ പറയാനായിട്ടുള്ളത് ജനം വളരെ പ്രബുദ്ധരാണ്. നമ്മൾ അവർ യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞ് എത്ര മറ്റൊച്ചകൾ വെച്ചാലും രാഹുലിന്റെ പുറകെ നിൽക്കുന്ന ആരാന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞുണ്ടല്ലോ, എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അണ്ണം പണി തുടങ്ങിയോ ഇനി നൈസായിട്ട്. രാഹുൽ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ന്യായം കാണുമായിരിക്കാം. പിന്നെ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 7-നാണ് അദ്ദേഹത്തിൻ്റെ ഇതറിയുന്നത്. അദ്ദേഹത്തിന് ഇനി ജാമ്യം കിട്ടുമോ, ഇനി അകത്ത് പോകേണ്ടി വരുമോ, അറസ്റ്റ് നടക്കുമോ എന്നൊക്കെ ജനുവരി 7 നമുക്ക് അറിയാൻ പറ്റും. അന്ന് എൻ്റെ പിറന്നാളും കൂടാണ്. നമുക്ക് കണ്ടറിയാൻ എന്തുവാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കുന്നില്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ കണ്ടു സന്തോഷം. കഴിഞ്ഞ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ, മാറ്റമുണ്ട്. ഞാൻ ഇതിനകത്ത് ആകെ പറയാനായിട്ടുള്ളത് ജനം വളരെ പ്രബുദ്ധരാണ്. നമ്മൾ അവർ യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞ് എത്ര മറ്റൊച്ചകൾ വെച്ചാലും അവർ കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കും. അവർ യഥാർത്ഥത്തിൽ കാണേണ്ട കാഴ്ചയെ നമ്മൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ച് വേറെ എന്തെല്ലാം കാഴ്ചകൾ സമ്മാനിച്ചാലും അവർ കാണേണ്ട കാഴ്ചകൾ തന്നെ അവർ കാണും. എന്നിട്ട് അവർക്ക് തീരുമാനം എടുക്കാനറിയാം, അവർ തീരുമാനം എടുക്കും. മാധ്യമസമ്മേളനമായിട്ടില്ല ഇപ്പോൾ. മാധ്യമസമ്മേളനമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ഒരു വോട്ടറല്ലേ. മാധ്യമസമ്മേളനമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ തരംഗമാണ്. അപ്പൊ വീഡിയോ നിങ്ങൾ കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? എവിടെയോ എന്തൊക്കെയോ ഒരു ചീഞ്ഞ് നാറുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് എൻ്റെ രാഹുലേ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റ്, നമ്മുടെ സഖാവ് പിണറായി വിജയന്റെ ക്രിസ്മസ് ആശംസകൾ അങ്ങാണ്ട് 53,000 ലൈക്ക് അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് അങ്ങാണ്ട് ഇൻസ്റ്റയിൽ തന്നെ അങ്ങാണ്ട് ഫോളോവേഴ്സ് 1.7 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എടുത്ത് നോക്കിയപ്പം 6,36,000 അത്രയും ഫോളോവേഴ്സേ ഉള്ളൂ. പിണറായി സഖാവിനെ വെച്ച് നോക്കുമ്പം 10 ലക്ഷത്തോളം കുറവാണ്. പക്ഷെ അതില്ല, പോസ്റ്റിൻ്റെ ലൈക്കാണ് 1,38,000. അപ്പം ഇയാളെക്കാളും സഖാവ് പിണറായി വിജയനേക്കാളും സപ്പോർട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്നുള്ള കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ. അത് മിക്കപ്പോഴും ഞാൻ ഈ രാഹുൽ ഈശ്വരും ഇതിനെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. എത്രയും മാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ് പോസ്റ്റ് കണ്ടപ്പോൾ. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും, ഇവനെന്ത് ഉള്ളത്തരം, ഇതൊക്കെ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനല്ല. പക്ഷേ ഈ ഒരു പോസ്റ്റിലെ ലൈക്കിലാണെങ്കിലും ഓരോരോ അർത്ഥങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു കാര്യം, ലൈക്കല്ല വോട്ട്, അത് വേറെ കാര്യങ്ങൾ, അത് ഇലക്ഷന് നിൽക്കുമ്പോൾ തന്നെ അറിയത്തുള്ളൂ. ഓക്കെ, എന്തായാലും ആ പാലക്കാട് ഇന്നത്തെ ഇഷ്യൂ ഇല്ല. രാഹുലിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയില്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു.